രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ എതിരാളികളെ തകർക്കുന്നതിന് വേണ്ടി, എന്തിനേറെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ പോലും കള്ളപ്പണ ഇടപാട് പറഞ്ഞുകൊണ്ട് 41 കോടി രൂപയുടെ കള്ളപ്പണം ആരോപിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ 56 കോടി രൂപയുടെ കേരളത്തിൽ BJP കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൊട്ട് മുമ്പത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുമായിട്ട് നടത്തിയിരിക്കുന്ന കള്ളപ്പണ ഇടപാട് 56 കോടി രൂപയാണ്. അതായത് 44 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും 12 കോടി ത്രിതല പഞ്ചായത്തിലും അടക്കം 56 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ടെന്ന് BJPയുടെ പ്രവർത്തകൻ കൂടിയായ ധർമ്മരാജൻ എന്ന് പറയുന്ന കൊടകര കുഴൽപ്പണ കേസിലെ രണ്ടാം സാക്ഷി കൊടുത്തിരിക്കുന്ന മൊഴിയാണ് ഇരിങ്ങാലക്കുട കോടതിയിലെ കുറ്റപത്രത്തിൽ അനുബന്ധമായിട്ട് ചേർത്തിരിക്കുന്നു. അപ്പോൾ ഈ കുറ്റപത്രത്തിൽ BJPക്കാർ തന്നെ പറയുകയാണ് 56 കോടി രൂപയുടെ കള്ളപ്പണം തങ്ങൾ പല സ്ഥലത്ത് വന്നിട്ടുണ്ട്, വിതരണം ചെയ്തിട്ടുണ്ടെന്ന്. അതിൽപ്പെട്ട 3.5 കോടി രൂപയാണ് കൊടകരയിൽ കൊള്ളയടിക്കപ്പെട്ടത്. സാക്ഷികൾ കൃത്യമായിട്ട് മൊഴി കൊടുത്തിരിക്കുന്നു. ഒന്നാം സാക്ഷിയായ ഷംജീറും രണ്ടാമത്തെ സാക്ഷിയായ ധർമ്മരാജനും കൊടുത്ത മൊഴി പ്രകാരം തങ്ങളോട് 3.5 കോടി രൂപ മോഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ കേസ് കൊടുക്കാൻ വേണ്ടി മറ്റുള്ളവർ പറഞ്ഞത് പ്രകാരം 25 ലക്ഷം നഷ്ടപ്പെട്ടു എന്ന് കേസ് കൊടുത്തതാണ് എന്ന് മൊഴി കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഈ രൂപത്തിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടി കള്ളപ്പണം വിതരണം ചെയ്തിരിക്കുന്നു. ഇതിൽ ഏറ്റവും ഗുരുതരമായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തൊട്ട് തലേ ദിവസം 2-ാം തീയതി തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് തൃശ്ശൂർ നിയോജകമണ്ഡലത്തിൽ 6,80,00,000 രൂപ അവിടെ കൊടുത്തു എന്ന് രണ്ടാം സാക്ഷിയായ ധർമ്മരാജനും മറ്റ് സാക്ഷികളുമൊക്കെ തന്നെ ആവർത്തിച്ച് മൊഴി കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ജില്ലാ ട്രഷററായ രാജസേനൻ എന്ന് പറയുന്ന അവിടുത്തെ BJPയുടെ ജില്ലാ ട്രഷററാണ് ആ പൈസ വാങ്ങിയിട്ട് അവിടെ കൊടുത്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാജ്യത്ത് കള്ളപ്പണത്തിനെതിരെ പ്രധാനമന്ത്രി വലിയ യുദ്ധം നടത്തുകയും സുരേഷ് ഗോപി അതിൻ്റെ ഒരു അംബാസഡർ എന്നുള്ള രൂപത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് 40 ലക്ഷം രൂപ മാത്രമേ പരമാവധി ചെലവഴിക്കാൻ സാധിക്കുമെന്നിരിക്കെ സുരേഷ് ഗോപിക്ക് 6,80,00,000 രൂപ കള്ളപ്പണം കൊടുത്തതായി BJPക്കാരനായ ധർമ്മരാജൻ എന്ന് പറയുന്ന കൊടകര കള്ളപ്പണ കേസിലെ സാക്ഷി പോലീസിന് കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിലെ മൊഴി പ്രകാരമുള്ള കുറ്റപത്രം ഇരിങ്ങാലക്കുട കോടതിയിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുട കോടതിയിലെ രേഖകൾ പ്രകാരം കുറ്റപത്രത്തിലുള്ള മൊഴി പ്രകാരം BJP പ്രവർത്തകൻ കൂടിയായ കേസിലെ രണ്ടാം സാക്ഷി സുരേഷ് ഗോപി എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥിക്ക് 6,80,00,000 രൂപ കുഴൽപ്പണം കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷനും അതേപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും അതേപോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനും അന്വേഷണ ഉദ്യോഗസ്ഥനായ VK രാജു അത് സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2-ാം തീയതി 2/8/21 കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 2021 ആഗസ്റ്റ് മാസം 2-ാം തീയതി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഇൻ ഫർദർ സബ്മിറ്റ്, അതായത് ഹൈക്കോടതിയിൽ ഞാൻ ED അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിരിക്കുന്ന കേസിൽ ED കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു, ഇറ്റ് ഈസ് സബ്മിറ്റഡ് ദാറ്റ് എ ബ്രീഫ് ഓൺ ദ പ്രോഗ്രസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ബൈ ദി കേരള പോലീസ് വാസ് ഓൾസോ ഷെയർഡ് വൈഡ് ലെറ്റർ ഡേറ്റഡ് 1st June 2021 received from the Deputy Superintendent of Police investigating the crime. അടുത്ത നമ്പർ 4 ആയിട്ട് വീണ്ടും പറയുന്നു, ഇറ്റ് ഈസ് ഫർദർ സബ്മിറ്റഡ് ദാറ്റ് ഓൺ 6th August 2021 ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോർവേഡഡ് ദ ചാർജ് ഷീറ്റ് ഫൈനൽ റിപ്പോർട്ട് ഡേറ്റഡ് 2nd August 2021 അണ്ടർ സെക്ഷൻ 173 ഓഫ് CRPC ആൻഡ് ദ വിറ്റ്നസ് മെമ്മോറാണ്ടം ഇൻ ക്രൈം നമ്പർ 146/2021. ഇപ്പോൾ 2 തവണ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇത് സംബന്ധിച്ച് ചാർജ് ഷീറ്റിൻ്റെ കോപ്പിയും സംക്ഷിപ്ത റിപ്പോർട്ടും EDക്ക് കൊടുത്തതായിട്ട് ED ഹൈക്കോടതിയിൽ പറയുന്നു. എന്നാൽ പച്ച നുണ പ്രചരിപ്പിക്കുന്ന ആദായനികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ പറയുകയാണ് തങ്ങൾക്ക് പോലീസിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഒരേ തീയതിയിൽ ഇലക്ഷൻ കമ്മീഷനും അതേപോലെ തന്നെ EDക്കും ആദായനികുതി വകുപ്പിനും അയച്ച കത്തുകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകളിൽ ആദായനികുതി വകുപ്പും ഇലക്ഷൻ കമ്മീഷനും തങ്ങൾക്ക് ഈ കത്ത് കിട്ടി, പരാതി കിട്ടിയെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു, ഹൈക്കോടതിയിലും പറയുന്നു. പക്ഷേ ആദായനികുതി മാത്രം പറയാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും അതേപോലെ തന്നെ
ഇലക്ഷൻ കമ്മീഷനും അയച്ചിരിക്കുന്ന കത്തുകൾ കിട്ടിയെന്ന് പറയുമ്പോൾ ആദായ നികുതിയിൽ ഉദ്യോഗസ്ഥന്മാർ പറയാണ് തങ്ങൾക്ക് ഇതേക്കുറിച്ചൊരു വിവരവുമില്ല, ഒരു കത്തും കിട്ടിയിട്ടില്ല, ഞങ്ങളൊന്നും അറിയില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളവും നുണയും BJP നേതാക്കളെ രക്ഷപ്പെടുത്താനുള്ള ഏർപ്പാടുമാണ്. അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അക്കാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന സംസ്ഥാന കമ്മീഷണർ ടിക്കാറാം മീണ സാറിന് പരാതി കൊടുത്തിരുന്നു. പക്ഷേ അതേക്കുറിച്ച് പിന്നീട് അന്വേഷണം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ വളരെ ഗൗരവമാണ്. സുരേഷ് ഗോപിയെ തെരഞ്ഞെടുപ്പിൽ നിന്ന് അയോഗ്യനാക്കണം. കാരണം പരമാവധി ചെലവഴിക്കാവുന്ന തുക 40 ലക്ഷവും കഴിഞ്ഞിട്ട് 6,80,00,000 രൂപ കള്ളപ്പണമായിട്ട് തന്നെ സ്വീകരിച്ചു എന്ന് BJPക്കാരനായ സാക്ഷി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മൊഴി കൊടുക്കുക, മൊഴി കുറ്റപത്രത്തിൽ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ അദ്ദേഹത്തെക്കുറിച്ച് ഇത്തരത്തിൽ അമിതമായി പണച്ചെലവിനെക്കുറിച്ച് അന്വേഷിക്കണം, പരിശോധിക്കണം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ വേണ്ടി നിരന്തരമായി വേട്ടയാടൽ നടത്തുകയാണ്. അങ്ങനെ വേട്ടയാടുന്ന സമയത്ത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കള്ളപ്പണം വിതരണം ചെയ്തതെന്ന് ധർമ്മരാജൻ വളരെ വ്യക്തമായിട്ട് സാക്ഷിമൊഴി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ സാക്ഷിമൊഴിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് പോലീസും ഈ കുറ്റപത്രം കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ തന്നെ BJP നേരിട്ട് കള്ളപ്പണ ഇടപാടിൽ പങ്കെടുത്തു എന്നാണ് വ്യക്തമാകുന്നത്. കേരള ഹൈക്കോടതിയിൽ ED കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ഞങ്ങൾ ഇതേക്കുറിച്ച് ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഇതേക്കുറിച്ച് അന്വേഷണം നടത്തും എന്ന് വ്യക്തമായി പറയുകയും അത് നോട്ട് ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതി ഫയൽ ക്ലോസ് ചെയ്തത്. പക്ഷേ ഏതാണ്ട് 2 വർഷമായി ഇതേവരെ ED ഈ കേസ് മാത്രം അന്വേഷിക്കുന്നില്ല. 56 കോടിയുടെ ഇടപാടിനെക്കുറിച്ച് അന്വേഷിക്കാതെ 41 കോടിയുടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിനെക്കുറിച്ച് ഗൗരവത്തിൽ അന്വേഷിക്കുന്ന EDയുടെ ഉദ്ദേശശുദ്ധി കേരളത്തിലെയും രാജ്യത്തെയും ജനങ്ങൾക്ക് മനസ്സിലാവും. സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്നു, അവരെ ജയിലിലടയ്ക്കുന്നു. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഹിമന്ത ബിശ്വ ശർമ്മ അടക്കമുള്ള ആളുകൾക്കെതിരെ നിരവധി കേസുകൾ, അജിത് പവാറിനെതിരെ നിരവധി കേസുകൾ. ആ കേസുകൾ എടുത്ത ശേഷം അവർ BJPയിലേക്ക് മാറുമ്പോൾ ആ കേസുകളൊക്കെ തന്നെ എഴുതി തള്ളുന്നു, അവരെ കുറ്റവിമുക്തരായി പ്രഖ്യാപിക്കുന്നു. ആ കേസുകളൊക്കെ തന്നെ അലമാരയിൽ ഫ്രീസറിൽ വെക്കുന്നു. എന്നാൽ രാഷ്ട്രീയ എതിരാളികളെ തകർക്കാൻ വേണ്ടി നിരന്തരമായിട്ട് കള്ളക്കേസുകൾ എടുക്കുന്നു. ഹൈക്കോടതിയിൽ കൊടുത്ത ഉറപ്പ് പോലും പാലിക്കാൻ തയ്യാറാവാത്ത ഈ സംവിധാനങ്ങൾ EDയും ആദായ നികുതി വകുപ്പും ഒക്കെ BJPയുടെ പോഷക സംഘടനകളായി മാറി എന്നുള്ളത് ഒരു ദുഃഖകരമായ സത്യമാണ്. ഈ കരിനിയമങ്ങളൊക്കെ തന്നെ ഇത്തരം സംവിധാനങ്ങൾക്ക് ആളുകൾക്ക് ജാമ്യം കൊടുക്കാതെ രാഷ്ട്രീയ എതിരാളികളെ ഇത്തരത്തിൽ വേട്ടയാടിക്കൊണ്ട് ജയിലിലടയ്ക്കാനുള്ള ജാമ്യം കൊടുക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള കരിനിയമങ്ങൾ 45 വകുപ്പ് നമുക്കറിയാം. ഒന്നുകിൽ ഗവൺമെൻറ് ഭാഗം, അതായത് EDയുടെ അഭിഭാഷകൻ അനുവദിക്കണം ജാമ്യം കൊടുക്കാൻ, അല്ലെങ്കിൽ കോടതിക്ക് ബോധ്യപ്പെടണം ഈ കേസ് വാസ്തവമുള്ളതല്ല അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടണം. അപ്പോൾ ഈ രണ്ടിലൊരു കാര്യത്തിൽ മാത്രമേ ജാമ്യം കൊടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ ഡൽഹിയിലെ മുൻ MP ആയ സഞ്ജയ് സിംഗിന് ജാമ്യം കൊടുക്കുമ്പോൾ സുപ്രീം കോടതി ചോദിച്ചത് ഞങ്ങളിത് 2ാമത്തെ വകുപ്പ് എടുക്കണോ, 2ാമത്തെ വകുപ്പ് എടുത്തുന്ന കേസ് തള്ളിപ്പോയി എന്നാണ്. അങ്ങനെയാണ് ഓടിക്കതച്ച് വന്നിട്ട് EDയുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ഞങ്ങളിതാ അനുവദിക്കുന്നു, ജാമ്യം കൊടുത്തോളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടിലൊരു വകുപ്പേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും ജാമ്യം കൊടുക്കാൻ കഴിയാത്ത ഈ കരിനിയമങ്ങളൊക്കെ ഈ രാജ്യത്ത് ഉണ്ടാക്കിയത് കോൺഗ്രസ്സാണ്. അപ്പോൾ കോൺഗ്രസ്സിനും ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് തലവരാനൊന്നും സാധിക്കില്ല. എല്ലാവരും ഇതിൽ ഉത്തരവാദികളാണ്. ഇതിനെതിരെ പ്രതികരിക്കണം. ഈ ED സത്യസന്ധമായി പ്രവർത്തിക്കണം, രാഷ്ട്രീയ സ്വാധീനത്തിൽ നിന്ന് അതീതമായിക്കൊണ്ട്. ഇതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിൽ സുരേഷ് ഗോപിയുടെ ഈ കള്ളപ്പണ ഇടപാടിനെക്കുറിച്ച് അന്വേഷിക്കണം, ആദായ നികുതി വകുപ്പ് സത്യം പറയണം, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൊടകര കള്ളപ്പണത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണം. കൊടുത്തിരുന്നു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് 3 തവണ കൊടുത്തു. ഡൽഹിയിൽ ഡയറക്ടർക്ക് കൊടുത്തു, കോഴിക്കോട് അസിസ്റ്റൻറ്റ് ഡയറക്ടർക്ക് കൊടുത്തു, കൊച്ചിയിൽ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കൊടുത്തു. 3 പേർക്ക് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഹൈക്കോടതിയിൽ കൊടുത്തു. ഹൈക്കോടതിയിൽ 6 തവണയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും കൊടുക്കാതെ കേസ് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. അവസാനം ഇൻ്ററീം ഓർഡർ ഹൈക്കോടതി ഇട്ടപ്പോഴാണ്, അതായത് സത്യവാങ്മൂലം സമർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻ്ററീം ഓർഡർ ഇട്ടപ്പോഴാണ് സത്യവാങ്മൂലം കൊടുത്തത്. അങ്ങനെയാണ് കേസ് ക്ലോസ് ചെയ്യുന്നത്. പക്ഷെ അന്വേഷിക്കുന്നില്ല. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അജിത് പവാറിന് പോയി ഹിമന്ത ബിശ്വ ശർമ്മ അല്ല, പിന്നെ നമ്മുടെ ഷിൻഡെയുടെ കൂടെയുള്ള പിന്നെ ശിവസേനയുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഉണ്ട്. അതേപോലെ അവിടെ ഹസൻ മുഷറഫ് എന്ന് പറയുന്ന NCP നേതാവ്, അവരൊക്കെ തന്നെ വലിയ വലിയ തട്ടിപ്പുകൾ അവിടെ നടത്തിയിട്ടുണ്ട്, രാജ്യവ്യാപകമായി നടത്തുന്നു. BJPയിലേക്ക് മാറിയാൽ അതോടെ അവസാനിച്ചു. നമ്മൾ ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന് പറഞ്ഞാൽ BJPൻ്റെ മാറിയാൽ അവിടെ നിന്ന് അതുവരെ ഉള്ളൂ ED. അത് അന്വേഷിക്കണം.
കേരളത്തിൽ ED സർപ്രൈസ് വിസിറ്റ് നടത്തിക്കൊണ്ട് വ്യവസായികളുടെ ഇടയിലും കച്ചവട സ്ഥാപനങ്ങളുമായിട്ട് ഇത്തരം സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് റെയ്ഡ് നടത്തണം, അന്വേഷണം, എന്നാലല്ലേ കിട്ടുള്ളൂ. ഇതിപ്പോൾ രണ്ട് കൂട്ടർ മൂടി വെക്കുകയാണ്. ഇത് കൊണ്ടുപോയിട്ട് പേടിപ്പിക്കുകയാണ്. ED വരും, ആദായനികുതി വകുപ്പ് വരും എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുന്നുണ്ട് ആളുകളെ. അതുകൊണ്ട് ഇതേക്കുറിച്ച് ED ഗൗരവമായിട്ടുള്ള അന്വേഷണം നടത്തണം. EDയുടെ പേരൊക്കെ പറഞ്ഞിട്ട് നാട്ടിലൊക്കെ ആളുകളെ പേടിപ്പിക്കുന്നു എന്നുള്ളതാണ് പലരും പറയുന്നത്. അപ്പോൾ അതേക്കുറിച്ച് അന്വേഷിക്കുക. അല്ലാതെ ഈ പണം എവിടുന്നാണ് വരുന്നത്? ഈ കള്ളപ്പണം വരുന്നതൊക്കെ ഈ സംവിധാനത്തിൽ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണല്ലോ ഇത്രയും കോടി വരുന്നത്. ഒന്നുകിൽ ED അന്വേഷിക്കുക, ഈ 56 കോടി രൂപ എവിടെ നിന്നാണ് വന്നത്, എങ്ങനെ വന്നു, അതെങ്ങനെ പണം ജനറേറ്റ് ചെയ്ത്. ഇപ്പോൾ ഇന്ത്യയിൽ ഷെഡ്യൂൾഡ് ഒഫൻസ് വേണമെന്നാണ് ഇവർ പറയുന്നത്. ഏത് ഈ കള്ളപ്പണത്തിന് ഷെഡ്യൂൾഡ് ഒഫൻസിൽ 50,000 രൂപയുടെ മോഷണം പോലും ഷെഡ്യൂൾഡ് ഒഫൻസിൻ്റെ ലിസ്റ്റിൽപ്പെടുത്തിക്കൊണ്ട് എവിടെയും EDക്ക് കയറാമെന്നുള്ള രൂപത്തിൽ ആ നിയമത്തെ വളരെ വികലമായി ദുരുപയോഗം ചെയ്യാണ്. എന്നാൽ ഒരു ഒറിജിനൽ കേസ് പണം വളരെ കൃത്യമായി പിടികൂടി കോടതിയിൽ കുറ്റപത്രം കൊടുത്തു, പോലീസിന് BJPക്കാരുടെ തന്നെ മൊഴി കിട്ടി, ആ കേസ് ഇവർ അന്വേഷിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം. സന്തോഷം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിഷു ആശംസകൾ.